പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നമ്മുടെ സദസ്സിലെ ഏറ്റവും ശ്രദ്ധേയരായ മട്ടന്നൂർ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മംഗലം ഗ്രാമപഞ്ചായത്തിലേക്കും തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്കുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രചരണ പ്രവർത്തനത്തിൻ്റെ ആദ്യപടിയാണ് നമ്മളുടെ ഈ പഞ്ചായത്ത് കൺവെൻഷനിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ഇതിനുശേഷം വാർഡ് തല കൺവെൻഷനും ബൂത്ത് തല കൺവെൻഷനും പ്രാദേശിക കൺവെൻഷനുകളെല്ലാം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളാകെ സജ്ജീകരിക്കാൻ മുന്നണിയുടെ നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന വികസനപരമായ പ്രവർത്തനങ്ങളെ ഊന്നിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രിക ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 20 കൊല്ലക്കാലമായി 25 കൊല്ലത്തെ ഭരണത്തിൽ 20 കൊല്ലവും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തിയത്. 2000-ലാണ് നമ്മുടെ പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം പുറത്തൂരും മറുഭാഗം വെട്ടം പഞ്ചായത്തിലുമാണ് ഉൾപ്പെട്ടിരുന്നത്. അത് മാറി 2000-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്ത് രൂപീകരണത്തിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2000-ലെ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ സഖാവ് വീരാപത്തെ കഥയൊന്നും എടുക്കണ്ട. 2000 മുതൽ 2025 വരെയുള്ള വർഷത്തിൽ 5 കൊല്ലം പുറത്തൂരിൽ UDF ഭരിച്ചു. ബാക്കി 20 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പുറത്തൂരിൽ ഭരിച്ചത്. മംഗലത്തെ അപേക്ഷിച്ച് അവികസിത പ്രദേശമായിരുന്നു പുറത്തൂർ. വികസനത്തിന്റെ കാര്യത്തിൽ മംഗലത്തെ നിർത്തി ബഹുദൂരം പുറത്തൂർ മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണ് 20 കൊല്ലത്തെ ഭരണം പുറത്തൂരിൽ നല്ല മെച്ചമുണ്ടാക്കിയ ഭരണമാക്കി കൊണ്ടുപോകാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് അത്തരം ഒരു മാറ്റം മംഗലം പഞ്ചായത്ത് UDF 20 കൊല്ലം ഭരിച്ചപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതെ വന്നത്? നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന രാജവീതിയുണ്ട്. അതിൻ്റെ പേരാണ് തീരദേശ ഹൈവേ.
ആ രാജവീതിയിൽ പുറത്തൂർ പഞ്ചായത്ത് ആരംഭിക്കുന്ന കൂട്ടായി ഹൈസ്കൂൾ മുതൽ അഴിമുഖം വരെ രണ്ട് സൈഡിലും അവർ വൈദ്യുതീകരിച്ചിട്ടുണ്ട്. നല്ലൊരു കമ്പനിയെ വെച്ചാണ് അവർ ആ വൈദ്യുതീകരണം നടത്തിയത്. അതേപോലെ നമുക്കും പാതയില്ലേ. കൂട്ടായി ഹൈസ്കൂൾ തുടങ്ങി വെട്ടം പഞ്ചായത്തിൻ്റെ അതിര് വരുന്ന പ്രദേശം നമ്മുടെ പ്രദേശമല്ല. നമ്മുടെ പ്രദേശത്തിൻ്റെ അങ്ങനെ ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് സാധിക്കാതെ പോയത്. കഴിഞ്ഞ UDF-ന്റെ പ്രകടന പത്രിക കടലോര ടൂറിസത്തിന് പ്രത്യേകമായ പദ്ധതി ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചതല്ലേ. നമ്മുടെ മംഗലത്ത് നിന്ന് ഏറ്റവും അടുത്ത കടലോര പ്രദേശം സുൽത്താൻ വളവിലുള്ള കടലോര പ്രദേശമാണ്. അതുകൊണ്ടാണ് NSSന്റെ ക്യാമ്പ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന പ്രദേശമെന്ന നിലയ്ക്ക് വളവ് ബീച്ചില് ചെറിയ സംവിധാനങ്ങൾ ഒരുക്കാൻ NSSന്റെ പ്രോഗ്രാം നടത്തിയ ആളുകൾ തയ്യാറായി. പക്ഷെ മംഗലം പഞ്ചായത്ത് കണ്ടത് 1-ാം വാർഡിന്റെ ഏറ്റവും മൂലയിലാണ്. നമ്മുടെ പഞ്ചായത്ത് അവസാനിക്കുന്ന വെട്ടം പഞ്ചായത്തിന്റെ പ്രദേശത്താണ്. അവിടെ വേണ്ട എന്ന അഭിപ്രായം എനിക്കില്ല, ഉണ്ടാവട്ടെ. പക്ഷെ ഏറ്റവും കണ്ണായ പ്രദേശത്ത് അവഗണിക്കാൻ എന്താണ് കാരണം? അവിടെ ജയിച്ചത് LDF ആണെന്നുള്ളതാണ്. സുൽത്താൻ വളവിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥി CPM-ന്റെ പ്രവർത്തകയാണെന്നുള്ളത് കൊണ്ടാണ്. അതൊരു ഭരണസമിതിക്ക് ഭൂഷണമായ കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളി. ആ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് ഈ സുൽത്താൻ വളവിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നല്ല ലൈറ്റ് സ്ഥാപിച്ചിരുന്നു മുമ്പ്. അത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തുരുമ്പെടുത്ത് തകർന്നു വീണു. അത് ഈ വാർഡിലാണ്. ആ വാർഡിലെ മെമ്പറും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും എല്ലാം ചേർന്ന് നമ്മുടെ നാട്ടിലെ ഈ കാര്യം നിർവഹിക്കാൻ സാധിക്കുന്ന പഞ്ചായത്ത് അധികാരികളെ, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ കാര്യം ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ 2 കൊല്ലക്കാലമായി അതുപോലൊന്ന് സ്ഥാപിക്കാൻ സാധിക്കുന്ന പഞ്ചായത്ത് അത് നിർവഹിച്ചില്ല. എന്തായിരുന്നു കാരണം? എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു നിവേദനം തന്നില്ല എന്ന അസത്യമായ ഉത്തരമാണ് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ നിർവഹിച്ചത് എന്ന് വന്നാൽ എത്രമാത്രം മോശപ്പെട്ടാണ് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ആരോഗ്യമുണ്ടാക്കാൻ പാല് വേണം. പാല് എരുമപ്പാലുണ്ട്, പശുവിൻ പാലുണ്ട്, ആട്ടും പാലുണ്ട്. ഇതെല്ലാം പാല് തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാലുണ്ടാക്കാനാണ് ഈ പശുവും കുട്ടിയെ വിതരണം ചെയ്യുക. മംഗലം പഞ്ചായത്ത് പശുക്കുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആളുകൾ വന്നപ്പോൾ പശു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞുപോയി. പശുക്കുട്ടി മേലോട്ടും പോയി.
അങ്ങനെ പോവേണ്ട സ്ഥിതി എന്താ, അതിന് പശുവിന് വന്നു നോക്കിയപ്പോൾ എല്ലും തോലും മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. അങ്ങനത്തെ കുട്ടിയെ വാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ കട്ടിലില്ലാതെ വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോൾ മംഗലം പഞ്ചായത്ത് കട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് 60 വയസ്സായ ആളുകൾക്ക് കട്ടിൽ കൊടുക്കാൻ ആരംഭിച്ചത്. അവിടെ കൊണ്ടുവന്നിറക്കിയ 30 കട്ടിൽ എണ്ണി നോക്കിയപ്പോൾ 26 ഉള്ളൂ. 4 കട്ടിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കട്ടുപോയി. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഒരു പേന കട്ടുപോയാൽ നമുക്ക് മനസ്സിലാക്കാം കട്ടിലാരാ കട്ടും. അവസാനം പഞ്ചായത്തുകാർ ഇടപെട്ട് 4 കട്ടിൽ അവർ പൈസ കൊടുത്ത് വാങ്ങി അവിടെ കൊണ്ടുവച്ചു. 30 കട്ടിൽ എന്ന് കണക്കാക്കി. പക്ഷെ കട്ടിൽ പോയ കഥ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ UDF-ന്റെ നേതാവ് തന്നെയാണ്. ഒരു UDF-ന്റെ നേതാവ് പ്രസംഗിച്ചത് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ, ആശാമ്പടിയിലെ ഒരു ലീഗിന്റെ നേതാവ്, ക്ലർക്കായി പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു അസ്ഥിര തൊഴിലാളി, ദിവസവേതനക്കാരനും ചേർന്നാണ് പഞ്ചായത്തിലെ ഭരണത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് UDF-ന്റെ നേതാവ് പ്രസംഗിച്ചത് പുറത്തു വന്നു. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ കഥകളല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ യഥാസമയം ഇവിടെ അവതരിപ്പിച്ച കഥകളാണ്. ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? പേര് ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റ് പഞ്ചായത്തുകൾ വികസിക്കുന്നത് പോലെ നമ്മുടെ പഞ്ചായത്ത് വികസിക്കാതിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടന തന്നെയാണ്. പഞ്ചായത്ത് മത്സരിച്ച് ജയിച്ച ഒരാളെ നിയന്ത്രിക്കാൻ പഞ്ചായത്തിന് എന്ത് സംവിധാനമാണ് UDF-നുള്ളത്? അതെവിടെയുമില്ല. ഭരണം കിട്ടിയാൽ പിന്നെ അധികാരത്തിലിരിക്കുന്ന ആളാണ് മൂപ്പന്മാർ. LDF-ന് ആ സമ്പ്രദായമില്ല. LDF ഭരിക്കുന്ന ആളുകൾ മന്ത്രിയാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അവരുടെ കയറ് പാർട്ടിയുടെ കയ്യിലാണ്. ആക്ഷേപം വന്നാൽ പാർട്ടിയാണ് പരിശോധിക്കുക. ആവശ്യമായ തിരുത്തൽ ആവശ്യപ്പെടും. ആ ഒരു സംവിധാനം UDF-ന് ഇല്ല. മുഖ്യമന്ത്രി ആയാൽ പിന്നെ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും. അവിടെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിക്ക് ഒരു റോളുമില്ല. പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഭരണാധികാരികളായി മാറിയാൽ പിന്നെ അവരാണ് നിയന്ത്രിക്കുക. പിന്നെ അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുമ്പിൽ ചിഹ്നം നൽകിയ പാർട്ടിക്ക് യാതൊരു സ്ഥാനവുമില്ല. അതിൽ അത്യാവശ്യമെല്ലാം തന്നെ വല്ലതും തടയേണ്ട ആളുകളാണെങ്കിൽ തടയുന്നതിനും പ്രശ്നമില്ല. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ നടക്കില്ല. അങ്ങനെ നടന്നാൽ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാനും നിലപാട് സ്വീകരിക്കാനും ശക്തിയുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ടാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണത്തിൽ വികസനം നടക്കുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണത്തിൽ വികസനം നടക്കാത്തത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഭരണസമിതിയിലുള്ള ആളുകൾ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ യഥാസമയം അത് അവതരിപ്പിക്കും. ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ പഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള LDF-കാർ ഇവിടെ അംഗങ്ങളുണ്ട്, മെമ്പർമാർ. അവർക്കെല്ലാം ഭരണത്തിൽ നടന്ന കാര്യങ്ങൾ നല്ലപോലെ അറിയാം. വരുന്ന ദിവസങ്ങളിൽ അവർ ഈ നാട്ടിലെ ജനങ്ങളോട് നന്നായി അത് പറയും.
ഇതിൻ്റെ ഒരു പതിപ്പായിരുന്നില്ലേ നിങ്ങളുടെ ഭരണം? 2016 LDF അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള 5 കൊല്ലക്കാലം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നില്ലേ നിലവിൽ നിന്നിരുന്നത്? ആ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലവും കൂടി ചേർത്താൽ ഏകദേശം 15 കൊല്ലമായി. ഉമ്മൻചാണ്ടി ഭരിക്കാൻ തുടങ്ങിയ അന്ന് ജനിച്ച ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു 15 കൊല്ലം 15 വയസ്സായിട്ടുണ്ടാവും. അത് UDFന്റെ കുട്ടിയാണെങ്കിലും തരക്കേടില്ല, LDFന്റെ വീട്ടിലെ കുട്ടിയാണെങ്കിലും തരക്കേടില്ല. ആ കുട്ടിയെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുത്തി, മോനെ പവർ കട്ട് എന്ന് പറയുന്ന സാധനം അറിയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? കുട്ടിക്കറിയില്ല. കാരണം ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ചപ്പോൾ കുട്ടിയാണ്, 5 വയസ്സായിട്ടുള്ളൂ. ഓർമ്മ വെച്ച നാള് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലമാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നിങ്ങൾ അത് അനുഭവിച്ചോ? ഇവിടെ 1 മണിക്കൂർ കട്ട്, 2 മണിക്കൂർ കട്ട്, 3 മണിക്കൂർ കട്ട്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 6 മണിക്കൂർ വരെ കട്ടായി. എങ്ങനെയായിരുന്നു അന്ന് ബൾബ് കത്തിയിരുന്നത്? എങ്ങനെയായിരുന്നു അന്ന് ട്യൂബ് കത്തിയിരുന്നത്? എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു കുട്ടി സെക്കൻഡ് ഷോക്ക് പോയി. അപ്പൊ തിരിച്ചു വരാൻ നേരത്ത് കുറച്ച് സമയം വരും. ഗേറ്റിനടുത്ത് നിന്നപ്പോൾ വല്യാപ്പ വീടിയും വലിച്ച് വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതായിട്ട് കുട്ടിക്ക് തോന്നുന്നു. വീടി വെച്ച് നിൽക്കുക. കുട്ടി ബേജാറായി. കയറുമ്പോൾ ചോദിക്കൂലേ? കുറെ നേരം നിന്നിട്ടും വല്യാപ്പ അനങ്ങുന്നില്ല. അപ്പൊ കുട്ടി അടുത്ത് വന്ന് നോക്കി. ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ബൾബ് നിൽക്കുന്നതാണ് വല്യാപ്പ വീടി വലിക്കുന്നതായിട്ട് കുട്ടിക്ക് തോന്നിയത്. അങ്ങനെയാ നൃത്തം. അങ്ങനെയല്ലേ അന്ന് 12 മണിക്ക് ബൾബ് കത്തിയിരുന്നത്? ഈ സാഹചര്യം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചെറുകിട വ്യവസായങ്ങൾക്ക്, വൻകിട വ്യവസായങ്ങൾക്ക് എല്ലാവർക്കും ലോഡ് ഷെഡിംഗ് ആണ്. കമ്പനികൾക്ക് കൊടുക്കുന്ന കറണ്ട് കട്ടാക്കലാണ്. കറണ്ട് കട്ടാക്കിയാൽ മിഠായി പോലും ഇപ്പൊ ഉണ്ടാവില്ല. പഴയ കാലത്ത് നമ്മൾ കോല് മിഠായി ഒക്കെ ഉണ്ടാക്കിയിരുന്നു, കൈകൊണ്ട് ഉണ്ടാക്കിയിരുന്നാണ്. ഇപ്പൊ ആരെ കൈകൊണ്ട് മിഠായി ഉണ്ടാക്കും? മിഠായി ഉണ്ടാക്കുക മാത്രമല്ല, അതിനെ ചുറ്റാനുള്ള കടലാസ് പോലും ചുറ്റുന്നത് യന്ത്രത്തിലാണ്. യന്ത്രത്തിന് എന്താ വേണ്ടത്? കറണ്ട്. കറണ്ട് 1 മണിക്കൂർ കട്ടാക്കി ലോഡ് ഷെഡിംഗ് ആക്കിയാൽ ഹൈ ടെൻഷൻ വ്യവസായത്തിനാണെങ്കിലും എക്സ്ട്രാ ഹൈ ടെൻഷൻ വ്യവസായത്തിനാണെങ്കിലും വൻകിട ചെറുകിട വ്യവസായങ്ങൾക്ക് അത് കട്ടാക്കി വെച്ചാൽ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ ഇപ്പോൾ പണിയില്ലാത്തവനായി മാറും. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെ കളിക്കുന്ന ആളുകളെ കളി അതോടുകൂടി നിൽക്കും. കറണ്ട് ഉണ്ടെങ്കിലേ ചാർജ് ഉണ്ടാക്കാൻ പറ്റൂ. ചാർജ് ഉണ്ടെങ്കിലേ മൊബൈലിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ തോണ്ടി തോണ്ടി കളിക്കാൻ പറ്റുള്ളൂ. അതടക്കം എല്ലാം നിൽക്കും. അതായിരുന്നില്ലേ നിങ്ങളുടെ ഭരണം? ആ ഭരണമാണോ ഇപ്പോൾ നടക്കുന്നത്? കഴിഞ്ഞ 9.5 കൊല്ലമായി 1 മിനിറ്റ് കറണ്ട് പോയാൽ അത് കമ്പി കത്തിപ്പോവാതിരിക്കാനാണ് പോകുന്നത്. അടുത്ത മിനിറ്റിൽ കറണ്ട് വരും. ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഈ നാട്ടിൻ്റെ ആവശ്യമെന്ന് കണക്കാക്കി ഖജനാവിലെ പണം ചെലവാക്കിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ട് മാത്രമല്ല, പുറത്തുനിന്ന് കറണ്ട് വാങ്ങി ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ വെളിച്ചമെത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ഭരണം പോലെയല്ല ഈ ഭരണം. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അല്ലെങ്കിൽ 9.5 കൊല്ലമായി വർഗീയ അസ്വസ്ഥത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ എൻ്റെ മതമാണ് വലുത്, എൻ്റെ മതമാണ് നല്ലത്, മറ്റവന്റെ മതം മ്ലേച്ഛമാണ്, മോശമാണ്, എൻ്റെ മതമാണ് മെച്ചം.
അങ്ങനെ ഒരാൾ വിശ്വസിച്ച് മനസ്സിൽ കരുതി പകയോടുകൂടി നടന്നാൽ വലിയ പ്രശ്നം വരില്ല. അയാൾ മരിച്ചാൽ അതോടുകൂടി അങ്ങ് പോവും. പക്ഷെ മറ്റു മതക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആയുധമെടുത്ത് അടരാടുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റു മതക്കാരനെ കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റു മതക്കാരൻ കൊല ചെയ്യപ്പെടുന്നത് എന്റെ മതത്തിന്റെ ദൗത്യമാണെന്ന് കണക്കാക്കി മൃഗീയത വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആളുകളുടെ പേരാണ് വർഗീയവാദികൾ. അവർ ഹിന്ദു മതത്തിലുണ്ട്. ഹിന്ദു മതം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹിന്ദു മതത്തിലെ ഏതൊരാചാര്യനും ഈ നാട്ടിൽ ഇസ്ലാം മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ എതിർക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ഹിന്ദു മതത്തിന്റെ പണ്ഡിത ആചാര്യൻ അങ്ങനെ പറഞ്ഞതായി ഒരു രേഖയിലുമില്ല. അവരെല്ലാം എല്ലാ മതക്കാരെയും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പഠിപ്പിച്ചവരാണ്. ആ മതം, ആ തെറ്റായ മതം RSS ആണ് ഇവിടെ കൊണ്ടുവന്നത്. അത് ഹിന്ദുക്കളുടെ തലയിൽ വെക്കണ്ട, RSSന്റെ തലയിൽ വെച്ചാൽ മതി. ഇസ്ലാം മതത്തിന്റെ പേരിൽ മറ്റു മതക്കാരെ ആക്രമിക്കുന്നതിന് വേണ്ടി വാൾപ്പയറ്റ് നടത്താൻ 5 മണിക്ക് ആഹ്വാനം ചെയ്ത് ആളെ കൂട്ടുന്നത് ഇസ്ലാം മത പണ്ഡിതന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലല്ല. ഒരു മുസ്ലിം ഇമാമും തന്റെ അയൽക്കാരനോ അയൽ രാജ്യക്കാരനോ ആയ ഹിന്ദു മത ക്രിസ്ത്യൻ മത വിശ്വാസി ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചതായി രേഖകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ ചില മുസ്ലിം വർഗീയവാദികൾ ജയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ, നാഷണൽ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മതത്തിന്റെ ഉള്ളിൽ കാസ എന്ന് പറയുന്ന സംഘടന അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് മാറാട് കലാപത്തിൽ 11 ആളുകളെ പച്ചക്ക് കൊന്നത്. അവരാണ് ഭീമാപ്പള്ളിയിൽ കലാപമുണ്ടാക്കി ആളെ കൊന്നത്. അവരാണ് പൂന്തുറയിൽ കലാപമുണ്ടാക്കിയ ആളെ കൊന്നത്. അവരാണ് നടുവട്ടത്ത് കലാപമുണ്ടാക്കിയ ആളെ കൊന്നത്. അതെല്ലാം പഴയ കഥ. ഇടതുപക്ഷവും പിണറായി വിജയനും ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ എല്ലാ മതക്കാരും തുല്യ അവകാശികളാണ്, ഒരമ്മ പെറ്റ മക്കളെ പോലെ അവരിവിടെ ജീവിക്കേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുള്ള മണ്ണിൽ ഒരു വർഗീയവാദിയും തലപൊക്കിയാൽ നിങ്ങളുടെ ഭാവി ജീവിതം കൽത്തുറങ്കിലായിരിക്കും എന്ന് പ്രഖ്യാപിച്ച മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ശാന്തമായ സംസ്ഥാനം കേരളമാണെന്ന് ഇന്ത്യ രാജ്യത്തെ BJPയുടെയും RSSന്റെയും ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ശാന്തമായ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും സമാധാനപരമായ സംസ്ഥാനം, 9.5 കൊല്ലത്തിൽ ഒരിക്കലും വർഗീയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംസ്ഥാനം. ആ സുന്ദരമായ സംസ്ഥാനത്താണ്, ആ സുന്ദരമായ സംസ്ഥാനമാക്കി സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ്. നിങ്ങളുടെ ഭരണത്തിലാണ് മറ്റു വർഗീയ കലാപങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അവന്റെ ജനജീവിതം സമാധാനപരമല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കും? വർഗീയ സംഘർഷം ഉണ്ടായാൽ എങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കും? ആ ജീവിതം ദുരിതപൂർണമായിരിക്കും. ആ ദുരിതപൂർണമായ ആദ്യത്തെ ജീവിതത്തിന്റെ എര നമ്മുടെ നാട്ടിലെ സ്ത്രീകളായിരിക്കും. വർഗീയ സംഘർഷം ഉണ്ടായാൽ ഉറങ്ങാത്ത രാവുകൾ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സമ്മാനിക്കും. ഇറങ്ങിപ്പോയ സഹോദരൻ തിരിച്ചു വരുന്നത് എപ്പോ എന്ന് ബേജാറായി അവരിയ്ക്കും. ഇറങ്ങിപ്പോയ മകൻ എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന് ആലോചിച്ച് അവർ ഉറക്കമൊഴിച്ചിരിക്കും. ഭർത്താവിന്റെ വ്യാധിയിൽ, കുടുംബങ്ങളുടെ ആദിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ഇരിക്കുന്ന ആളുകളായി മാറുന്ന ആദ്യത്തെ സമൂഹം നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ്. അവർക്കെല്ലാം
നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാനുള്ളൊരവസരം വർഗീയവാദികളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് കേരളത്തിന് സംഭാവന ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ആദ്യമായി പട്ടിണിക്കാരില്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം അത് കേരളമാണ്. ലോകത്താകെയുള്ള 795 കോടി ജനസംഖ്യയിൽ 105 കോടി ആളുകൾക്ക് യഥാസമയം ഭക്ഷണം കിട്ടുന്നില്ല എന്ന കണക്ക് UNDP-യുടേതാണ്, ഐക്യരാഷ്ട്രസഭയുടേതാണ്, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടേതല്ല. ജനതാദളിന്റെ മണ്ഡല കമ്മിറ്റിയുടെ കണക്കല്ല അത്. മനുഷ്യാവകാശങ്ങളുമായും മനുഷ്യ വികസനവുമായി ബന്ധപ്പെട്ട UNDP-യുടെ കണക്കനുസരിച്ച് 105 കോടിയുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ചപ്പോൾ 32 കോടി 60 ലക്ഷം ആളുകൾ ഇന്ത്യക്കാർ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. 32 കോടി 60 ലക്ഷം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി മാറിയത്? ഇന്ന് വരെ ഭരിച്ച കോൺഗ്രസും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യും പറയുന്നത് ഈ നാടിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ടാണെന്നാണ്. ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ്. നമ്മുടെ ജനസംഖ്യ 144 കോടിയാണ്. ചൈനയിലെ ജനസംഖ്യ 144 കോടിയാണ്. 2023 ഏപ്രിൽ മാസം വരെ ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഇപ്പോൾ ഇന്ത്യയാണ്. പക്ഷെ ജനസംഖ്യയുടെ കണക്ക് 144 കോടി. ലോകത്തെ 127 രാജ്യങ്ങളിൽ പട്ടിണിക്കാരുടെ കണക്കെടുത്തപ്പോൾ ഏറ്റവും പട്ടിണി കുറഞ്ഞ രാജ്യം ചൈനയാണ്. .06 എന്ന് പറഞ്ഞാൽ 1% 1%ആണെങ്കിൽ 0.5% താഴെ. എന്തേ നമ്മൾ 105-ാം സ്ഥാനത്ത് നിന്നു? 32 കോടി 60 ലക്ഷം ആളുകൾ പട്ടിണിക്കാരായി മാറി. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, BJP ഭരിക്കുന്ന സംസ്ഥാനം, അവിടെ പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രി ഇല്ലേ? വാ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനത്ത് പട്ടിണിക്കാരില്ലാത്ത രാജ്യമായി ഈ നാട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കാത്തത്? റവന്യൂ വരുമാനത്തിന്റെ കുറവ് കൊണ്ടാണോ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മളുടെ വിഭവങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി വില കുറഞ്ഞ നാണ്യവിളകളാണ്. ഏറ്റവും കുറഞ്ഞ റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പട്ടിണിക്കാരില്ലാത്ത രാജ്യമായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് സാധിക്കുന്നത്? അത് സാധിക്കുന്നത് സർക്കാരിന്റെ ഖജനാവിലുള്ള പണം സാധാരണക്കാരന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ്. കോടികളാണ് ചെലവാക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണം തരാൻ. 2013 ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൽ കേരളത്തിൽ 50% ആളുകൾക്ക് മാത്രമേ റേഷനുള്ളൂ. ബാക്കി ആളുകൾക്ക് മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങാം. അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയത്. കഴിഞ്ഞ 10 കൊല്ലക്കാലം 5 തരം കാർഡ് ഉണ്ടാക്കി. അതിലൊരു കാർഡ് നിത്യരോഗികൾക്ക് നൽകി. ബാക്കി ആദ്യത്തെ കാർഡുകാരന് പൈസ വേണ്ട വാങ്ങാൻ. അരി വാങ്ങാനും ഗോതമ്പ് വാങ്ങാനും പൈസ വേണ്ട. രണ്ടാമത്തെ കാർഡുകാരന് 2 രൂപ കൊടുത്താൽ 1 കിലോ അരി കിട്ടും, അല്ലെങ്കിൽ ഗോതമ്പ് കിട്ടും. മൂന്നാമത്തെ കാർഡുകാരന് 4 രൂപ കൊടുത്താൽ കിട്ടും. 5-ാമത്തെ കാർഡുകാരനാണ് വെള്ളക്കാർഡുകാരൻ. അയാൾ
അയാൾക്ക് 10 രൂപ 90 പൈസ കൊടുത്താൽ കിട്ടും. അതാണ് ഉയർന്ന കാർഡ്, എല്ലാവർക്കും അരി കിട്ടും. നിങ്ങൾ റേഷൻ കാർഡുമായി പോയാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ നിശ്ചിത പണം കൊടുത്താൽ 25 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അരി കിട്ടും. 9.5 കൊല്ലമായി 13 സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് സാധനങ്ങൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അരി ഇങ്ങനെ ലഭ്യമായ സന്ദർഭത്തിൽ ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനമായി ഈ കേരളം മാറി. നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അരിയാണ്. അരി ഇങ്ങനെ എല്ലാവർക്കും കുറേശ്ശെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റിലേക്ക് അരിക്ക് പോവേണ്ടി വന്നില്ല. അതുകൊണ്ട് ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറി. നിങ്ങളുടെ ഭരണത്തിൽ അങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ, പാവങ്ങൾ പട്ടിണി മാറി എന്നുള്ളത് കൊണ്ട് പാവത്തരം മുഴുവൻ മാറിയിട്ടില്ല. 20% ആളുകൾ ഇന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ പല പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണവർ. ആ ആളുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറഞ്ഞതാണ് ബുദ്ധിമുട്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിനു മുമ്പുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തലവനായിരുന്ന VS-ന്റെ ഭരണത്തിൽ 500 രൂപ പെൻഷൻ കിട്ടിയെങ്കിൽ ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ചപ്പോൾ 600 രൂപ കിട്ടി. ദോഷം പറയരുത്, അദ്ദേഹം 100 കൂട്ടി. പക്ഷെ അദ്ദേഹം 60 മാസം ഭരിച്ചപ്പോൾ 18 മാസം കൊടുക്കാൻ കഴിഞ്ഞില്ല, പൈസ ഉണ്ടായിരുന്നില്ല ഖജനാവിൽ. അപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് പകരമായി പിണറായി വിജയൻ വന്നത്. നിങ്ങൾ 100 രൂപ കൂട്ടിയപ്പോൾ 1400 രൂപയാണ് കഴിഞ്ഞ 2 ഗവൺമെന്റിന്റെ കാലത്ത് പിണറായി വിജയന്റെ ഗവൺമെന്റ് കൂട്ടിയത്. ഇതിലേറെ കൂട്ടാൻ കഴിയുമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം തരാൻ ബാധ്യതപ്പെട്ട 54,000 കോടി രൂപ വ്യത്യസ്ത കാരണം പറഞ്ഞ് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കിതിലേറെ ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പെൻഷൻ 2000 ആക്കി. വീട്ടിന്റെ കോലായിലിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ് 2 ആളുള്ള ഒരു കുടുംബത്തിൽ മാസത്തിൽ റേഷന് പുറമെ എന്ത് കിട്ടും? 4000 പെൻഷൻ കിട്ടും. ഈ മാസം 20-ാം തീയതിക്ക് ശേഷം കഴിഞ്ഞ മാസം കിട്ടാനുള്ള ഒരു മാസത്തെ 1600-ഉം നവംബർ മാസത്തെ 2000-ഉം കൂട്ടി ഓരോ പെൻഷൻകാരന്റെയും കയ്യിൽ, പാവപ്പെട്ടവന്റെ കയ്യിൽ 3600 രൂപ കയ്യിൽ വെച്ചു കൊടുക്കും ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. 2 ആളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന, മോണ കാട്ടി ചിരിക്കുന്ന 2 ആളുടെയും 2 രൂപ കൂട്ടിയാൽ 2 4000 രൂപ. അപ്പോഴാണ് ചിരി കണ്ട് മകള് വരുന്നു, 35 വയസ്സിലേറെയായ മകൾ. അവർക്ക് എല്ലാ മാസവും 1000 രൂപ. അപ്പൊ 4000-ഉം മകളുടെ 1000-ഉം കൂട്ടിയാൽ 5000 ഒരു കുടുംബത്തിലേക്ക് വരും. റേഷൻ കൊടുക്കുന്ന ഒരു കുടുംബത്തിന് 5000 രൂപ കൂടി കിട്ടിയാൽ ആ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവോ? അങ്ങനെയാണ് പട്ടിണി മാറ്റുന്നത്. അങ്ങനെയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. ഈ 1000 ഇങ്ങനെ തന്നെ നിൽക്കില്ല. എന്താ കാരണം? അത് വീട്ടമ്മയെ സഹായിക്കാനാണ്. സഹായിക്കാനുള്ള ചെറിയ സഹായമാണ് കേട്ടോ. അതൊന്നും വേറൊരു രൂപത്തിൽ കാണരുത്. വീട്ടമ്മ പണിയെടുക്കുന്നത് കൊണ്ട് അതിനൊരു പാരിതോഷികമെന്ന് കാണുകയേ ചെയ്യരുത്. കാരണം വീട്ടമ്മയുടെ പണി ആരാ കണക്കാക്കിയത്? ഏതെങ്കിലും ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ ഭാര്യയ്ക്ക് എന്താ ജോലി? ഒരു പണി. ടീച്ചറാണെങ്കിൽ ടീച്ചർ, ഏതെങ്കിലും സർക്കാർ ജോലി സ്വീകരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ. അതൊന്നും സ്വീകരിക്കാത്ത ഒരു ഭാര്യയാണുള്ളതെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ജോലി? ഒരു ജോലി. ഏതെങ്കിലും ഒരു സമയം ജോലി ഒഴിഞ്ഞ സമയമുണ്ടോ സ്ത്രീകൾക്ക്? രാവിലെ എഴുന്നേറ്റാൽ വീടടിക്കണം, പിന്നെ മുറ്റടിക്കണം. 2 കഴിഞ്ഞാൽ പിന്നെ ചായ ഉണ്ടാക്കണം.
മൂന്നാമത്തേന് കുട്ടികളെ കുളിപ്പിക്കണം, നാലാമത്തേന് ഇസ്തിരിയിട്ട് ഒരുക്കണം. ഇതൊക്കെ കൂടി കഴിയുമ്പോഴത്തേന് 11 മണിയായില്ലേ? അപ്പം പിന്നെ ചോറുണ്ടാക്കണ്ട. ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് 1 മണിയായില്ലേ? ഇത് കൊടുത്തു വരുമ്പോഴത്തേന് 3 മണിയായില്ലേ? അപ്പം പിന്നെ 4 മണിക്കുള്ള ചായ ഉണ്ടാക്കണ്ടേ? കുട്ടികൾ തിരിച്ചു വരില്ലേ? ഇങ്ങനെ നോക്കിയാൽ ഒരു പണിയുമില്ല എന്ന് പറയുന്ന ആൾക്ക് പണി ഒഴിഞ്ഞ് നേരമില്ല എന്ന് പറയുന്നതായിരിക്കും യഥാർത്ഥത്തിൽ ശരി. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റിയതല്ല ഈ 1000. ഒരു തുടക്കമാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി. അവരൊന്ന് നമുക്കൊന്ന് ആദരിക്കേണ്ടതുണ്ട്, അവരൊന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അവരുടെ പണി ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യാറില്ല, എണ്ണാറില്ല. ഈ പണിയിൽ എപ്പോഴെങ്കിലും ഒരു നുള്ളു ഉപ്പ് അധികമായാൽ മതി, അതോടുകൂടി തീർന്നു പണി. ആ സമൂഹത്തിന്റെ ബോധത്തിന് മുമ്പിൽ ഒരിടതുപക്ഷ ബോധം നമുക്ക് കയറ്റി വെക്കണം. ആ സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഗതികെട്ട് പണിയെടുക്കുന്നവരാണ്. അവരെ നിങ്ങൾക്ക് ആദരിക്കാൻ സാധിക്കില്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ ഞങ്ങൾ നടപ്പാക്കുന്നത്. അത് തുടരും, പൂർവാധികം തുടരും, അത് വർദ്ധിപ്പിക്കും. അവരെ ഞങ്ങൾ ആദരിക്കും. നിങ്ങൾ കാണാതെ പോകുന്ന അവരുടെ കണ്ണിലെ തിളക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണ് തുറന്ന് കാണും. അതുകൊണ്ടാണ് 1000 കിട്ടിയത്. നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകും. UDFന്റെ ഭരണകാലത്തുള്ള ആശുപത്രിയാണോ? ആശുപത്രികളിൽ വൈകുന്നേരം വരെ OP തുറക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തുകളോട്, മുനിസിപ്പാലിറ്റികളോട് ആവശ്യപ്പെട്ടു, കോർപ്പറേഷനുകളോട് ആവശ്യപ്പെട്ടു. ഡിസ്പെൻസറികളിലെല്ലാം വൈകുന്നേരം വരെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ആളെ വെച്ചിട്ടുണ്ട്. ഡെയിലി മന്ത്ലി വേജസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഡോക്ടർമാരുണ്ട്. എല്ലാറ്റിനും മരുന്ന് കിട്ടും. ഞാൻ കുറെ കാലമായി സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താനുള്ള ആദ്യത്തെ വണ്ടി 6347 47 എന്ന് വിളിക്കുന്ന 48 എന്ന് വിളിക്കുന്ന 2 വണ്ടികളാണ്. അന്നത്തെ പോകുമ്പോൾ ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം നടന്ന് കൈപിടിച്ച് കാല് പിടിച്ചു ഒക്കെ ഇങ്ങനെ വരുന്നത് കാണാം. ആദ്യമൊന്നും അത് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് നല്ല ചികിത്സ കിട്ടുന്നതിന് വേണ്ടി ക്യാൻസർ രോഗികളാണ് വരുന്നത്. രാവിലെ 5 മണിക്ക് അവിടെ എത്തിയാൽ OPയിൽ പോകാൻ എളുപ്പമാണ്. അങ്ങനെ വന്ന് ആ വണ്ടിക്ക് ക്യാൻസർ വണ്ടി എന്ന് പേരായി. എല്ലാ ആളുകളും RCC റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോകണം ചികിത്സിക്കാൻ. ക്യാൻസറിന്റെ ലക്ഷണം കണ്ടാൽ ബയോപ്സി നടത്തിയത് കണ്ടെത്താൻ, ബയോപ്സി നടത്തി കണ്ടെത്തി കഴിഞ്ഞാൽ ആവശ്യമായ ചികിത്സ നിർവഹിക്കാൻ തിരുവനന്തപുരത്ത് പോവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9.5 കൊല്ലം ഭരിച്ചപ്പോൾ ആർക്കും വരാതിരിക്കട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരാൾക്ക് അതിന്റെ ലക്ഷണം കണ്ടാൽ തിരൂരിൽ പോയാൽ മതി, തിരുവനന്തപുരത്തേക്ക് പോവേണ്ടതില്ല. തിരൂരിൽ ഓങ്കോളജി യൂണിറ്റ് തുറന്നുകൊണ്ട് നിങ്ങൾ 400 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഞാൻ നീട്ടുന്നില്ല. നീട്ടാത്തത് പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, എനിക്ക് മംഗലത്ത് പ്രസംഗിക്കാൻ എളുപ്പമാണെന്നുള്ളത് കൊണ്ടാണ്. ഒരു മൈക്ക് വെച്ചാൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു വന്ന് എനിക്ക് പ്രസംഗിക്കാം. പക്ഷേ സ്വരാജിന് അങ്ങനെയല്ല, തിരുവനന്തപുരത്ത് നിന്ന് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല വിജയത്തോടുകൂടി മംഗലം പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിന് സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല ആവേശപൂർവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.